Hi friends, welcome to SHAHNAZ Easy Tips. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന കേസരിയുടെ റെസിപ്പിയുമായാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ വരുന്ന കുഞ്ഞ് ബെൽ ബട്ടണും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഇതിനായി ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നെയ്യിലിട്ടിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായി ഒന്ന് കൈ വെച്ച് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മുടെ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് ബ്രൗൺ കളറായിട്ട് ഉള്ളൊന്നും റെഡി ആവാണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഈ മുന്തിരിയും കൂടി നെയ്യിൽ കിടന്നിട്ട് നന്നായി ഒന്ന് റെഡിയായി വരട്ടെ. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല. നമ്മുടെ കേസരി സൂപ്പറായി തന്നെ കിട്ടും. മുന്തിരി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കോരി മാറ്റാം. ഇനി ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ പാലൊഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് പാലെടുക്കുക. വെള്ളത്തിൽ നമുക്ക് നമ്മുടെ കേസരി തയ്യാറാക്കാം, പക്ഷേ പാലൊഴിക്കുമ്പോഴാണ് നമ്മുടെ കേസരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. ഇനി പാലൊക്കെ ഒന്ന് ചൂടായി വരണം. അപ്പോൾ ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്ക ഇടാൻ മറന്നുപോയി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇടുക. ഇതൊരു മീഡിയം മധുരമാണ്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ ഒരു 3/4 കപ്പൊക്കെ ഇടാം. അഥവാ നിങ്ങൾക്ക് മധുരം കുറവാണെങ്കിൽ ഒരു 1/4 കപ്പൊക്കെ ഇട്ടാൽ മതി. ഇതപ്പോൾ നമ്മുടെ പാലൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്, പക്ഷേ ഇത്രയൊന്നും ആവശ്യമില്ല. നമുക്ക് നോക്കാം, അവസാനം പറയാം ഞാൻ എത്ര ഇട്ടുവെന്ന്. ഞാനിപ്പോൾ ഇവിടെ വറുക്കാത്ത റവയാണ് എടുത്തേക്കുന്നത്. വറുത്ത റവയിലും വറുക്കാത്ത റവയിലും ഒന്നും ഒരു കുഴപ്പമില്ല. ഇനി കുറേശ്ശായിട്ട് നമ്മുടെ റവ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കെട്ടി പോവും. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് റവ ഇട്ടിട്ടുള്ളൂ, അപ്പോൾ അത് മതി. 1/2 കപ്പ് റവയിലേക്ക് 1/2 കപ്പ് പഞ്ചസാര. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഇനി ഇതിലേക്കൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ നമ്മുടെ കേസരിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ വെള്ള കളർ മതി എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കളറൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തണ പോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ കേസരിയൊക്കെ കുറച്ച് തിക്കായി വരണം. നമ്മളിത് കുറച്ച് തിക്ക് രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇത്രയും തന്നെ മതി. ഇനി വേഗം തന്നെ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ ഇരുന്ന് സെറ്റായി പോവും. ഞാനിപ്പോൾ ഈ 4 ബൗളിലാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ നേരത്തെ മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതായിപ്പോൾ എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ചൂടൊക്കെ വിട്ടിട്ട് നമ്മുടെ പാത്രത്തിൽ നിന്ന് തനിയെ വിട്ടുപോരും. ഞാനിപ്പോൾ ഇത് 4 ബൗളിലായാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരൊറ്റ പ്ലേറ്റായിട്ടും ചെയ്യാം, മുറിച്ചെടുത്താൽ മതി ഓരോ കഷ്ണങ്ങളായിട്ട്. അപ്പോൾ ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതായിപ്പോൾ നമ്മുടെ സൂപ്പറായ കേസരിയുടെ റെഡി ആയി വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാണ്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ വീഡിയോസുമായി വരുന്നവരെ ബൈ ബൈ.